നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് കോൺഗ്രസിൽ സീറ്റില്ല. അതായത് AICC ഈ തീരുമാനം കേരളത്തിലെ നേതാക്കളൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സീറ്റ് മോഹിച്ചിരുന്ന കുറച്ച് പേരുണ്ടല്ലോ, അതായത് ഞങ്ങൾ നാളെ മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാകുമെന്നും വരെ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്കിത് വലിയൊരു തിരിച്ചടിയായില്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഇവരൊക്കെ അവസ്ഥ ശരിക്കും? പലർക്കും. പക്ഷെ അതില് രണ്ടുപേർക്ക് ഇളവ് കിട്ടാനും ചാൻസ് ഉണ്ടല്ലോ. ആകെ ഒരാൾക്കാണ് കൊടുക്കും, സുധാകരന് മാത്രം. അതെന്താണ് അങ്ങനെ ഒരു ഇളവ്? സുധാകരൻ ഈ ഒരു ഇളവോടല്ലേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെന്തോ ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കുറച്ചധികം പേര് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കാണണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലരൊക്കെ ഓൾറെഡി വനവാസത്തിലാണ് എന്ന് പറയേണ്ടി വരും. അതിൽ ഇപ്പൊ MM ഹസൻ, അദ്ദേഹം മിക്കവാറും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ വനവാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു നേതാവാണ്. അതോടൊപ്പം മറ്റൊരാള് PJ കുര്യൻ. PJ കുര്യൻ നേരത്തെ അങ്ങനെയാണ് എങ്കിൽ PJ കുര്യനും മിക്കപ്പോഴും ഇനി ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കുകയുള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തിനും ഇത്തവണ അദ്ദേഹം സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണയും സീറ്റില്ല. പിന്നെ അതോടൊപ്പം VM സുധീരൻ, അദ്ദേഹത്തിനെയും ഒഴിവാക്കും. അങ്ങനെ പറയുന്ന ഒരു പറ്റം നേതാക്കന്മാരെ പുറത്തിരുത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈ തൈക്കളവന്മാരെ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് പുതിയ ജനറേഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന, എങ്കിലും അടുത്ത 2 വർഷം കൂടെ കഴിയുമ്പം ഏജ് ഓവറായി പോകുന്ന 75 എന്ന് പറയുന്ന ആ ഏജ് ഓവറായി പോകുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്നുള്ള നിലയിലാണ് 75 കഴിഞ്ഞവരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. ലീഗിൽ എന്തായാലും വരത്തില്ല കേട്ടോ, ലീഗിൽ അങ്ങനെ ഒരു തീരുമാനം വരത്തില്ല. ലീഗിൽ വന്നു കഴിഞ്ഞാൽ പലരും പുറത്താകും. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം. അപ്പം സ്വാഭാവികം എന്നാണ് ഇത് നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്ര മോശപ്പെട്ട തീരുമാനമൊന്നുമല്ല. അങ്ങനെയുള്ള കുറെ തൈക്കളവന്മാരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ശരിക്കും കോൺഗ്രസിന് വേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു ഘട്ടം വരേക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട്, കോൺഗ്രസിന്റെ അതോട് ആനുകൂല്യങ്ങൾ മാത്രമല്ല കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നേടിയെടുത്തുകൊണ്ട് അധികാരങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതിൽ കുറച്ച് മുൻപ് അല്ലെങ്കിൽ പിന്നെ അത്രയും പ്രായം എത്തുന്നതിന് മുമ്പ് ദുരുപയോഗം ചെയ്ത ഒരാളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവനും ആ പറയുന്ന എല്ലാ പരിപാടിയും കാണിച്ചു. ഈ വൃക്ഷം പണ്ട് ഈ ചെറിയണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ചെറുതനം എന്ന് പറയേണ്ട ഒരു ചെറിയ ചെടിയുണ്ട്, ചൊറിയും, അതിൽ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞ് ചൊറിയും. അപ്പോൾ അങ്ങനെ പണ്ടൊരു കുരങ്ങൻ ഈ ചെറുതനത്തിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുരങ്ങന് ചൊറിച്ചിൽ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ ഈ കുരങ്ങൻ ചാടി എണീറ്റിട്ട് പറഞ്ഞൊരു പറച്ചിലുണ്ട്, ഈ വൃക്ഷമാകുമ്പോൾ ലോകമെല്ലാം ഭയാനകം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം എന്തോ പറഞ്ഞിരുന്നു. അപ്പൊ അതായത് ഈ വൃക്ഷം ഇതൊരു തയ്യാണ്, ഈ തയ്യായിരിക്കുന്ന സമയത്ത് ഇത്രയും നമ്മളെ ചൊറിയിക്കുന്ന സാധനം ഇതൊരു വൃക്ഷമാകുമ്പോൾ ലോകത്തിന്റെ അവസ്ഥയൊന്നും ആലോചിച്ചു എന്ന് പറയുന്ന പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നോക്കിയിട്ട് പലരും ചോദിക്കുന്നത്. ഇവന് ഈ 30-34 വയസ്സങ്ങാണ്ടേ ഉള്ളെന്നോ എനിക്ക് തോന്നുന്നത്, 34-36 ആ റേഞ്ചിലാണ്ടേ. ഈ സമയത്ത് ഇവൻ ഇത്രയും കാണിച്ച്, ഇവനൊരു 10-50 വയസ്സാകുമ്പോ ഇവന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഇല്ല, നമ്മള് അന്ന് ആലോചിച്ച ഇവന് ഇപ്പൊ തന്നെ അവനൊരു വെറുമൊരു MLA ആയിരുന്ന സമയത്ത്, പാലക്കാട് നിന്ന് ലോട്ടറി അടിച്ച പോലെ MLA ആയ ഒരാള് കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിക്കും ലോട്ടറി എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ, അല്ലാതെ അവന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിച്ചായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാര്യം വേറെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ചലനമുണ്ട്. അവിടുത്തെ വോട്ടിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള വോട്ടിംഗ് സംവിധാനമാണ് ഈ ന്യൂനപക്ഷ വോട്ടെന്ന് പറഞ്ഞാൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് ആ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു പറ്റുകയും ജമാഅത്തെ ഇസ്ലാമിയും SDPഐയും UDFിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ടും ഷാഫി പറമ്പിലിന്റെ ആ ഒരു പ്രഭാവം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രഭാവം, ന്യൂനപക്ഷ പ്രീണന പ്രഭാവം, അതുകൊണ്ടും നേടിയെടുത്തതെന്ന് മാത്രമാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തനായ ഒരു നേതാവായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ? ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടെങ്കിലും നിന്ന് എവിടെയെങ്കിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണോ? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാരവാഹിയായിട്ടിരുന്നു കൊണ്ട് തന്റെ വികസന പ്രവർത്തനങ്ങളും വികസന ഐഡിയകളും അവതരിപ്പിച്ച ഒരാളാണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലോട്ടറി അടിച്ച പോലെ ജയിച്ചു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പിന്നെ റീൽസിലൂടെയൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നതിനപ്പുറത്തേക്ക് കാര്യപ്പെട്ട പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള മറുപടി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന എന്നിട്ട് പോലും ഈ ചെറിയ പ്രായത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം. അതായത് പിന്നെ വയനാട് ഫണ്ട് തട്ടിപ്പ്,
വയനാട് ഫണ്ട് തട്ടിപ്പിനോടൊപ്പം തന്നെ ഇവിടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന മറ്റ് ഉടായ്പ പരിപാടികൾ, യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷന് ജയിച്ചത്, പിന്നെ അതിനുശേഷം ഈ ഉയർന്നു വന്ന പരാതി, അതിനെ ന്യായീകരിച്ചുകൊണ്ട് എത്ര 10 പേരോ 100 പേരോ 10,000 പേരോ 1,00,000 പേരോ, ഇനി അതല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർ ന്യായീകരിച്ചുകൊണ്ട് വന്നിരുന്നാലും ശരി, തെറ്റ് തന്നെയാണ്. അതിനെ മറികടക്കാൻ പറ്റില്ല. അതായത് അത് ഒരു സ്ത്രീ അതിനകത്തേക്ക് ഇറങ്ങി ചാടിയില്ലയോ എന്നുള്ളതല്ല, ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട്, അത്രയും ജനങ്ങൾ അറിയുന്ന ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അത് പിന്നെ ഒരു പൊളിറ്റിക്കൽ മൊറൽ അനുസരിച്ച് അത് തെറ്റാണ്. രാഷ്ട്രീയ മര്യാദയുണ്ട്, രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ മാന്യതയും. വ്യക്തിപരമായിട്ട് എന്തോ ആയിക്കോട്ടെ, വ്യക്തിപരമായിട്ട് അയാൾ ഇപ്പൊ ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഈ കാണിച്ചതെങ്കിൽ കുഴപ്പമില്ല, അതിനെ ജനം വലുതായിട്ട് ചർച്ച ചെയ്യില്ല. കാര്യം ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇത് അധികാര ദുർവിനിയോഗം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്ന കാര്യമാണ്. ഒരു കാര്യം, ഇനി നാളെ ഇവൻ വലിയൊരു നേതാവൊക്കെ ആയി കഴിയുമ്പോൾ ഇവൻ ഇതെല്ലാം അതിനപ്പുറവും കാണിക്കും. കാര്യം എന്ന് വെച്ചാൽ എന്താ, ഈ നേരത്തെ കുരങ്ങന്റെ ഈ ചോദനത്തിന് കുരങ്ങന്റെ അവസ്ഥയിൽ ഇപ്പൊ കേരളത്തിലെ ജനത. കാര്യം എന്താ, ഇതിനും അങ്ങോട്ട് വളർന്നു വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന് തൊടുന്നിടം എല്ലാം ചൊറിഞ്ഞോണ്ടിരിക്കും. ഇതാണ് അവസ്ഥ. പിന്നെ കയറി ഇരുന്നാലേ ചൊറിയത്തുള്ളൂ, മറ്റേ അങ്ങനല്ല, പൊഴിയുമ്പോൾ ചൊറിയും. അങ്ങനെയും പ്രശ്നം വരും. ആ ഒരു തലത്തിലേക്ക് പോകുന്നേ. ലോകമെല്ലാം ഭസ്മീകൃതമായി പോകും, ചൊറിഞ്ഞ് എല്ലാവരും തീരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഇവന് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് പ്രശ്നം. ഇവൻ പറയുന്നതാണ് ശരി. ഇപ്പൊ തന്നെ VD സതീശനെ അടക്കം ചവിട്ടി ഒതുക്കി ഒരു മൂലക്കിരുത്താൻ ഇവനെ കൊണ്ട് സാധിച്ചു. കാരണം എന്താ, ഇവൻ അത്രത്തോളം ഹോൾഡ് ഉണ്ടാക്കിയെടുത്തു. ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇവന് ആ ഹോൾഡ് അവൻ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഇവന്റെ ഹോൾഡ് എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഒരു തലത്തിലേക്ക് ഇവൻ വളരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരായ സ്ത്രീകളുടെയൊക്കെ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ 36-ാമത്തെ വയസ്സിൽ അവൻ ഇന്റർനാഷണൽ ആയി അല്ലേ. ഈ ഇന്റർനാഷണൽ ലെവലിലേക്ക് അവൻ പോയി, ഫുൾ റോമിംഗ് ആയി എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഇനി കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഇവിടുത്തെ പോലീസിംഗ് സംവിധാനത്തെ പോലും കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവന്റെ ഇവനിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരും. ഇപ്പൊ ആഭ്യന്തര വകുപ്പോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അധികാരം അവന്റെ കൈക്കുമ്പിളിലാവും. അവിടെ അവനെ തൊടാൻ കഴിയാത്തത്രയും അവൻ പോകും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊത്തത്തിലുള്ള ഒരു രീതി. എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുറേയധികം ആൾക്കാർ ഉണ്ടായിരുന്നു നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. അത്തരം നമ്മൾ നോക്കിയ പി ജെ കുര്യൻ തന്നെ ഉദാഹരണമല്ലേ. അപ്പൊ PJ കുര്യനുണ്ട്, ഇവിടെ ബാക്കി നിൽക്കുന്ന VM സുധീരൻ, ആ പാടിനകത്ത് കൊള്ളാവുന്ന ഒരു നേതാവ് ഉള്ളതെന്ന് വെച്ചാൽ സുധീരനാണ്. സുധീരനെ കുറിച്ച് അധികമൊന്നും ആരും ഈ പറയുന്ന ഒരു അഴിമതി കഥകളോ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കഴിവില്ലാത്തൊരു നേതാവ് എന്നുള്ള നിലയിലൊന്നും പുള്ളി കഴിവില്ല. മികച്ച പാർലമെന്റേറിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മികച്ച പാർലമെന്റേറിയനും അല്ല. അങ്ങനെയുള്ളൊരു നേതാവാണ് മുല്ലപ്പള്ളി. പക്ഷെ പല തവണയായിട്ട് ജയിച്ചിട്ടുണ്ട് കേട്ടോ. വടകരയിലൊക്കെ നിന്ന് ഒരുപാട് തവണ ജയിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മുല്ലപ്പള്ളി. അപ്പം അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരെ, അങ്ങനെ മൂത്ത് നരച്ചു പോയ കുറെ വനവാസം കാത്തിരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അവരെ പുറത്താക്കാൻ വേണ്ടി കൂടിയാണ്. നാളെ ഇവരാരും ചോദിച്ചോണ്ട് വരരുത്, എനിക്ക് ആ സീറ്റ് വേണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരാൻ പാടില്ല. അപ്പൊ അതിന് പിന്നിലെ വേറെന്തെങ്കിലും കളി ഉണ്ടാവും? അതായത് ഇപ്പൊ യൂത്തന്മാരെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കളികളാണെങ്കിലോ? അത് തന്നെ അവർക്ക് വരണം. ഇപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ മുല്ലപ്പള്ളിയെ വെട്ടിമാറ്റി കഴിയുമ്പോ അവിടെ കേസിക്ക് വരാം. ഇപ്പൊ ഒരു 60, 65, 70 നിൽക്കുന്ന ആൾക്കാർക്ക് വരാം. അതാണല്ലോ യൂത്ത്. ആ യൂത്ത് അയ്യോ തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമല്ലേ ചെന്നിത്തലയും VD സതീശനുമായിട്ട്. എന്നിട്ട് പറഞ്ഞ തലമുറ മാറ്റം. ഇതാണ് പ്രശ്നം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ 60 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കൂ എന്ന് പറയുന്നൊരു തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 60 പിന്നെ എനിക്കൊന്ന് 65 വെക്കും. കാര്യം ഈ ഒരു ബെഞ്ച് മാർക്കാണ്. ആ മാർക്കിന് അപ്പുറത്തേക്ക് പോകുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതിന് താഴെയുള്ളവരെല്ലാം കയറിപ്പോ മന്ത്രിസ്ഥാനമൊക്കെ അലങ്കരിക്കാനുള്ള ഇതെല്ലാം ഒരു കോക്കസ് തീരുമാനിക്കുന്നത്. ഇവർ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, അല്ലെ AICC. ഈ ഹൈക്കമാൻഡ് ആരാണ്? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഹൈക്കമാൻഡ്. ഇവർ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇവര് തീരുമാനിച്ച് അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന കുറേയധികം കളവന്മാര് പുറത്താവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർണായകമാണ്. കുറേയധികം നേതാക്കന്മാർക്ക് കതറിട്ട് രാവിലെ എണീറ്റ് കതറൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് രാവിലെ മുതൽ വീട്ടിൽ ഇരിക്കുക, വൈകുന്നേരം പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, വൈകിട്ട് അത്താഴം കഴിക്കുക, ആ കതർ ഉരി മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങുക. ഇതല്ലാതെ വേറെ ഒരു പണിയില്ല. പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് M ഹസൻ പോവും, മുല്ലപ്പള്ളി പോവും, VM സുധീരൻ പോവും, PJ കുര്യൻ പോവും. ഇങ്ങനെ തുടങ്ങി ഇനിയുണ്ട്. ഇനി ഞാൻ എടുത്തു പറയാത്ത നിരവധി നേതാക്കന്മാർ ആ വഴിക്ക്. ഇത് വളരെ പ്രധാനികളായ ഇത്തവണ തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടും എന്ന് വരെ പ്രത്യാശയോടെ കാത്തിരുന്ന ചില ആൾക്കാരുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നിട്ട് ഇദ്ദേഹത്ത് കുറച്ചുകൂടെ ആത്മസംയമം പാലിക്കണമെന്നൊക്കെ നമ്മുടെ അൻവറിക്കയോട് പറയുന്നത് അമ്പൂക്കയോട് പറയുന്നത് കേട്ട് കുറച്ച് ആത്മസംയമനം പാലിക്കണം. ശരിയാ, അമ്പൂക്ക പറഞ്ഞ എനിക്ക് എന്താ
എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ, ഞാൻ അതുകൊണ്ട് UDF-ലേക്ക് പോവില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ആര്? അമ്പൂക്ക. അമ്പൂക്കയോട് വേറെ മറുചോദ്യം ചോദിക്കണം ഇനിയിപ്പോ ആൾക്കാര്. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ അമ്പൂക്ക ഇപ്പൊ UDF-ലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് എന്നുള്ള നിലയിലേക്ക് UDF-നെ മാറ്റിയെടുക്കുകയും ഇത് വേറൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അതായത് LDF-ലേക്ക് വരുന്നതെല്ലാം കുറെ തറക്കളവന്മാരാണ് എന്നുള്ള ലെവലിലേക്കും, അതേസമയം ഞങ്ങൾ കുറെ യൂത്തന്മാരെ ഇറക്കി ഭരണം പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നൂതന ആശയങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്നിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, സ്ത്രീകൾക്ക് യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക എന്ന്. നിർത്തി ജയിപ്പിക്കാൻ പറ്റുന്ന എത്ര സ്ത്രീകളുണ്ട് അവരുടെ കൂട്ടത്തിൽ? എത്ര സ്ത്രീകളുണ്ട് നിർത്തി ജയിപ്പിക്കാൻ കഴിയുന്ന? ബിന്ദുകൃഷ്ണനെ കണ്ടിട്ടാണോ ഇവർ ഈ സ്ത്രീകളെ നിർത്തുമെന്ന് പറയുന്നത്? ആണോ? ഇനി ജെബി മേത്തറെ കണ്ടിട്ടാണോ? ഇല്ലാന്നുണ്ടെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ കണ്ടിട്ടാണോ? ആരെ കണ്ടിട്ടാണ് ഇവർ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം സ്ത്രീ പ്രാതിനിധ്യം കൂട്ടും. ഇവിടെ ഇനി സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ അവര് KPC ഓഫീസിന്റെ മുന്നിൽ പോയിരുന്നു, ഇന്ദിരാഭവന്റെ മുന്നിൽ പോയിരുന്നിട്ട് തലമുട്ടയടിക്കണം, എങ്കിലേ അവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടത്തുള്ളൂ. എന്നാലും കിട്ടുമെന്ന് ഉറപ്പില്ല. ഇനിയിപ്പോ ഇനിയിപ്പം ഇവരുടെയൊക്കെ രേഖ ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ രാവിലെ വണ്ടി എടുക്കുക, കുറച്ച് ഡീസൽ അടിക്കുക, നേരെ ഇന്ദിരാഭവനിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക, കുത്തിയിരിക്കുക, രാവിലെ മുതൽ വൈകിട്ട്. അവിടെ കുറെ ചായ കൊണ്ട് മേടിച്ചിട്ട് കൊടുക്കാനും എടുക്കാനും ആൾക്കാരുണ്ട്. അതുകൊണ്ട് കുറെ നേരം അവിടെ വന്നിരിക്കും. ഈ പറയുന്ന ഇതേ പരിപാടി ഒരു 5 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കി എത്ര പേര് ഔട്ടാവുമെന്നറിയോ? ഈ അടുത്ത ഒരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 75 എന്ന് പറയുന്ന പിന്നെ ഒരു മാർജിൻ വെച്ചിട്ട് എത്ര പേര് വീണ്ടും പുറത്താവുമെന്നറിയോ? അങ്ങനെ ഓരോ 5 വർഷം കൂടുന്തോറും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താവുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഈ പ്രായഗണന കൊണ്ട് പുറത്താകാൻ പറ്റുന്നത് അങ്ങനെ നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. ഇപ്പൊ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 60 അങ്ങാണ്ടാന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രായപരിധി. 60 അങ്ങാണ്ട എനിക്ക് തോന്നുന്നത് അങ്ങനെ. കാര്യം എന്താ, പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അനുമോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആദരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ പ്രധാനപ്പെട്ട നേതാവ് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വൃദ്ധന്മാരൊക്കെ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കേണ്ട ഈ യൂത്ത് കോൺഗ്രസ് KSU എന്ന് പറയുന്ന 45 വയസ്സുള്ള KSU-കാരനുണ്ട്. ഈ 45 വയസ്സുള്ള KSU-കാരൻ എന്തോ പഠിക്കുന്നതെന്ന് അറിയത്തില്ല. 45 വയസ്സുകളൊക്കെ ഉള്ള ഒരു KSU-കാരൻ എന്ത് പഠിക്കുന്ന നമുക്കറിയത്തില്ല. എന്താ കോളേജിൽ അങ്ങനെ കോഴ്സ് വല്ലതും ഉണ്ടോ 45 കഴിഞ്ഞവർക്ക്? അപ്പൊ അങ്ങനെ പറയുന്ന KSU-കാർ വരെയുള്ള ഒരു നാടാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ കുറെ പേര് ഭരണത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരത്തിന്റെ ഒരു ശ്രേണിയിൽ നിന്ന് അവരെ പുറത്തേക്ക് പറഞ്ഞു വിടാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം ഈ കുറേയധികം നേതാക്കന്മാരെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം കൂടിയാണ്. ആ ഒരു തന്ത്രം മെനയുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കുറച്ച് പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടും, യുവാക്കൾക്ക് അവസരം കിട്ടും, സ്ത്രീകൾക്ക് അവസരം കിട്ടുമെന്ന് പറയപ്പെടുന്നു. പക്ഷെ അവർ തലമുട്ടയടിക്കണം എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം. പിന്നെ അങ്ങനെ നിർത്തിയാലും ജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ തുടങ്ങിയ ഒരു പറ്റം ഐഡിയാസിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇങ്ങനൊരു കളി കളിക്കുന്നത്. അല്ലാതെ ഇത് യൂത്തന്മാരോടുള്ള വലിയ അടങ്ങാത്ത പ്രണയമൊന്നുമല്ല. പിന്നെ ഇത് ജനങ്ങളുടെ മുമ്പിൽ ഒരു കള്ളത്തരം ഇങ്ങനെ പറഞ്ഞു നിർത്തുക. ഞങ്ങളൊക്കെ യൂത്തന്മാരാണ്. ഇപ്പോൾ VD സതീശൻ പറയും ഞാൻ യൂത്തനാണ്, അപ്പം ഞാൻ യൂത്തനായതുകൊണ്ട് തന്നെ എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന പുരോഗമനപരമായി ചിന്തിക്കും എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ഒടുക്കുവിദ്യയും കൊണ്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ടോണം. ഇതെല്ലാം കൂടി ഇവർ സമരം ചെയ്യും. ഈ മുല്ലപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവരും വിജയകുര്യനെ പിന്തുണയ്ക്കുന്നവരും സുധീരനെ പിന്തുണയ്ക്കുന്ന അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് വരും. ഈ ഗ്രൂപ്പ് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ വേറൊരു കലക്കം ഉണ്ടാവും. അല്ലാതെ ഇത് ഇവര് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനൊന്നും കഴിയില്ല. സമരത്തിലേക്ക് പോകും, പരസ്പരം അടിയിലേക്ക് പോകും. ഈ പറയുന്ന പല നേതാക്കന്മാരുടെയും പല പൂച്ചകളും പുറത്തേക്ക് വരും. പലതും പലരെയും വിളിച്ചു പറയും, നീ അങ്ങനെ നടന്നവനല്ലേടാ, നീ ഇങ്ങനെ നടന്നവനല്ലേടാ. നമ്മൾ ഈ നാട്ടിൻപുറത്തെ വഴക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. രണ്ട് വീട്ടുകാരെ അമ്മ നടക്കുന്ന വഴക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇപ്പുറത്തുള്ളവർ അപ്പുറത്തുള്ളവരുടെ കുറ്റം എല്ലാം കൂടെ ആയിരിക്കും ഇവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. ഇവര് തിരിച്ചും പറയും. അത് എന്ന് പറയുന്ന പോലെയാ. ഇവര് തമ്മിൽ വീണ്ടും ഒരു തർക്കം ഉണ്ടാവും. അപ്പൊ സതീശ നീ അങ്ങനെ നടന്നതല്ലേ. പിന്നെ തന്നെയല്ല സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്തും ഇവര് കൂടുതൽ കയറി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് സത്യത്തിൽ ജനങ്ങൾ ഇവരൊക്കെ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു പിക്ചറിലേക്ക് പോകുന്നത്. അതുവരെ ഒരു പുകമറ മാത്രമായിരിക്കും. പിന്നെ പലരും ഇത് വിളിച്ചു പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ തീരുമാനത്തിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.